പ്രിയമുള്ളവരെ, വചനജ്വാല 1101 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 5 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ അമ്മ മാതാവിന്റെ ജനനത്തിരുനാളിനൊരുക്കമായിട്ടുള്ള 8 നോമ്പിന്റെ 5-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നമുക്കേറെ സുപരിചിതയും നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ചെയ്യുന്ന, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്നറിയപ്പെട്ടിരുന്ന മദർ തെരേസയുടെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന്. ഇന്ന് നമ്മൾ വചനവായനയിൽ 1 മക്കബായരുടെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സെന്തേബിയൂസിന്റെ മേൽ വിജയം. യോഹന്നാൻ ഗസറായിൽ നിന്ന് തന്റെ പിതാവ് ശിമയോന്റെ അടുക്കലെത്തി സെന്തേബേയൂസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു. ശിമയോൻ തന്റെ മൂത്ത പുത്രന്മാരായ യൂദാസിനെയും യോഹന്നാനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാനും എന്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു. ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് വയസ്സായി. ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു. അതിനാൽ എന്റെയും എന്റെ സഹോദരന്മാരുടെയും സ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുക. സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ. യോഹന്നാൻ രാജ്യത്തു നിന്ന് 20,000 യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും തിരഞ്ഞെടുത്ത് സെന്തേബെയൂസിനെതിരെ മുന്നേറി. രാത്രി മുദൈനയിൽ പാളയമടിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഭടന്മാരും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ട് ഇരുവർക്കുമിടയിൽ ഒരു അരുവി ഒഴുകിയിരുന്നു. അവനും സൈന്യവും ശത്രുവിനെതിരെ അണിനിരന്നു. അരുവി കടക്കാൻ ഭടന്മാർ ഭയപ്പെടുന്നത് കണ്ട് അവർ ആദ്യം അത് കടന്നു. അത് കണ്ട് പിന്നാലെ അവരും അരുവി കടന്നു. തന്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കാലാൾപ്പടയ്ക്ക് മധ്യേ നിർത്തി. കാരണം ശത്രുവിന്റെ കുതിരപ്പടയാളികൾ അസംഖ്യമായിരുന്നു. അവർ കാഹളം മുഴക്കി. സെന്തേബെയൂസും സൈന്യവും പലായനം ചെയ്തു. അവരിൽ പലരും മുറിവേറ്റു വീണു. അവശേഷിച്ചുള്ളവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. യോഹന്നാന്റെ സഹോദരൻ യൂദാസിന് മുറിവേറ്റു. എന്നാൽ യോഹന്നാൻ സെന്തേബെയൂസിനെ അവൻ പണിയിടിച്ച കെദ്രോൻ കോട്ട വരെ പിന്തുടർന്നു. അസോത്തൂസ് വയലുകളിലെ ഗോപുരങ്ങളിലും അവർ അഭയം പ്രാപിച്ചു. യോഹന്നാൻ അത് അഗ്നിക്കിരയാക്കി. ഏകദേശം 2000 പേർ മരിച്ചു വീണു. യോഹന്നാൻ സുരക്ഷിതനായി യൂദയായിലേക്ക് മടങ്ങി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ നമ്മളെ കാണുകയും കേൾക്കുകയും നമുക്കേറെ സുപരിചിതയുമായ വിശുദ്ധ മദർ തെരേസയുടെ ഓർമ്മ ദിനം ആചരിക്കുന്ന ദിവസമാണ്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മദർ തെരേസ അൽബേനിയയിൽ ആഗ്നസ് എന്ന പേരിൽ ജനിച്ചു. 8 വയസ്സായപ്പോൾ പിതാവ് മരിച്ചു. മിഷണറിമാരുടെ അനുഭവകഥകൾ വായിച്ച് ആണ് വളർന്നത്. 18-ാം വയസ്സിൽ ലൊറേറ്റ് എന്ന സന്യാസ മഠത്തിൽ ചേർന്നു. 1929 നൊവീഷ്യറ്റ് പഠനത്തിനായി
ഭാരതത്തിലെത്തി. 1931 പ്രഥമ വ്രതവാഗ്ദാനം നടത്തി തെരേസ എന്ന പേര് സ്വീകരിച്ചു. 1937 നിത്യവ്രതവാഗ്ദാനവും നടത്തി. 1950 ഉപവിസന്യാസിമാർ എന്ന ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. നീലക്കരയുള്ള വെള്ളസാരി വേഷമായി സ്വീകരിച്ചു. 1963 ഉപവിയുടെ സഹോദരർ എന്ന ഒരു സംഘടന പുരുഷന്മാർക്കായും തുടർന്ന് നാനാജാതി മതസ്ഥർക്കായി സേവാസംഘത്തിനും തുടക്കം ചെയ്തു. 1965 സഭയ്ക്ക് പൊന്തിഫിക്കൻ സഭ പദവി ലഭിച്ചതോടുകൂടി വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. പ്രാർത്ഥനയും പ്രവർത്തനവും കോർത്തിണക്കിയ ഒരു ശൈലിയാണ് മദർ തെരേസ അനുഷ്ഠിച്ചിരുന്നത്. തന്റെ ശക്തി സംഭരിച്ചിരുന്നത് വിശുദ്ധ ബലികളിൽ നിന്നായിരുന്നു. മദറിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ച് 1962 ഭാരത സർക്കാർ പത്മശ്രീ അവാർഡും 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും നൽകി ലോകവും മദറിനെ ആദരിച്ചു. എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്ത ആ പുണ്യാത്മാവ് 1997 സെപ്റ്റംബർ 5 ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞു. 2012 വാഴ്ത്തപ്പെട്ടവളായും 2016 സെപ്റ്റംബർ 4 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായും പ്രഖ്യാപിച്ചു. വിശുദ്ധ മദർ തെരേസായുടെയും ഇന്ന് തന്നെ വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയന്റെ തിരുനാൾ കൂടി ആഘോഷിക്കുന്നുണ്ട്. വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയന്റെയും മാധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി മദർ തെരേസയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും ഹൃദ്യമായി ആശംസിക്കുന്നു.